സെക്ഷൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഫസ്റ്റ് വേണ്ടത് മൈൻഡ് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ഒരു നല്ല മൈൻഡിൽ മാത്രമേ നല്ലൊരു സെക്സ് നടക്കുള്ളൂ. പീരീഡ്സിൻ്റെ സമയത്ത് ഇൻ്റർകോഴ്സ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ സേഫാണ്. ഫോൺ വീഡിയോസ് കണ്ട് 3സം 4സം അല്ല അത്തരത്തിലുള്ള കാര്യങ്ങൾ ഫാൻറ്റസൈസ് ചെയ്യുന്ന അവരോട് എന്താ പറയാനുള്ളത്? ഫോണിൽ കാണുന്നതല്ല റിയൽ ലൈഫ്. ഫോൺ സ്ഥിരമായിട്ട് കാണുന്നവരിൽ കാണുന്നതാണ് ഫോൺ ഇൻഡ്യൂസ്ഡ് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ. ഓവുലേഷൻ പീരീഡിലും ഡ്യൂറിങ് പീരീഡ്സിലും പീരീഡ്സ് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് വീക്കിലൊക്കെയും സെക്ഷൽ അർജ് സ്ത്രീകൾക്ക് ജനറലി കൂടുതലായിട്ട് കാണുന്നുണ്ട്. കല്യാണം കഴിഞ്ഞു പ്രോപ്പറായിട്ട് സെക്സ് ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ ഓജസ്സും തേജസ്സൊക്കെ വരുമെന്നൊരു ചിന്തയുണ്ട്. 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലൊക്കെ ബയോളജി ക്ലാസ്സിൽ റീപ്രൊഡക്ഷൻ്റെ ചാപ്റ്റർ വരുമ്പോൾ നമ്മളിങ്ങനെ ആകാംക്ഷയോടെ നിൽക്കാറുണ്ട്. പക്ഷെ ആ സമയത്ത് മിസ് പറയും സ്കിപ്പ് ദ ചാപ്റ്റർ. നമ്മൾ തിരിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഫേസ് ചെയ്യാൻ ഇവർക്ക് നാണോ അല്ലെങ്കിൽ അതിന് കപ്പാസിറ്റി ഇല്ലാത്തോ അതിനെ ഫിയർ ചെയ്യുന്നതുകൊണ്ടാണ് ഇവരിത് ഒഴിവാക്കുന്നത്. കാരണം അത്രമാത്രം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ളൊരു വേർഡാണ് സെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്നാൽ മനുഷ്യൻ്റെ ഏറ്റവും ബയോളജിക്കലായിട്ടൊരു നീഡാണ് ഫുഡും വെള്ളവും പോലെ തന്നെ. ഈ 40കളിൽ സ്ത്രീകൾക്ക് പ്രണയം മുട്ടിടും എന്നൊക്കെ പറയുന്നിട്ടുണ്ട്. അൺപ്രൊട്ടക്റ്റഡ് സെക്സിൽ എല്ലായിടത്തും ഈ പറഞ്ഞ എയ്ഡ്സ് ഒന്നും വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. വരാനുള്ള സാധ്യത വളരെ ഹൈ ആണെന്ന് മാത്രം.